കേക്കാമോ? ചൊല്ലട്ടെ. ഭയങ്കര മഴ ഇടിയാണ്, ക്ലിയർ ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. ഒന്ന് ചൊല്ലാവേ. അഖിലാണ്ട മണ്ഡപമണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും. സുരഗോള ലക്ഷങ്ങൾ അണിയിട്ടു നിർത്തി അവികല സൗഹൃദാബിന്ദം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമീണക്കി കുടികൊള്ളും സത്യമേ ശരണം നീയെന്നും. ദുരിതങ്ങൾ കൂത്താടുമുലകത്തിൽ നിന്റെ പരിപൂർണ തേജസ്സു വിളയാടി കാൺമാൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവമേവം പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ. അഖിലാദി നായക തവ തീരു മുൻപിൽ അഭയമായി നിത്യവും പണിയുന്നു ഞങ്ങൾ. സമരാദി തൃഷ്ണകളാകവേ നീക്കി സമതയും ശാന്തിയും ക്ഷേമവും തിങ്ങി ജനതയും കൈകോർത്തിണങ്ങി ജനിതാ സൗഭാഗ്യത്തിൻ ഗീതം മുഴങ്ങി നരലോകമെപ്പോഴും ആനന്ദം തേടി വിജയിക്ക നിന്തിരുനാമങ്ങൾ പാടി. അഖിലാണ്ട മണ്ഡപമണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും. തോട്ട് ഓഫ് ദി ഡേ പറയട്ടെ? തോട്ട് ഓഫ് ദി ഡേ: വിദ്യാഭ്യാസം എന്നാൽ എഴുത്തും വായനയും പഠിക്കുക എന്നതല്ല, അത് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഒരു കരുത്താർജിക്കലാണ്. മഹാത്മാഗാന്ധി. താങ്ക് യു മാം. Today I am going to talk about World Ozone Day. World Ozone Day is celebrated every year on 16th September to raise awareness about the importance of the ozone layer. The ozone layer located in the atmosphere shields life on our planet from harmful ultraviolet radiation. In the 20th century, scientists found that chemicals like chlorofluorocarbons were causing ozone depletion, leading to skin cancer, eye cataracts, and a negative impact on nature. The Montreal Protocol, signed by almost every country, banned these chemical settings, an example of international cooperation. Due to these actions, the ozone layer is healing. Each World Ozone Day teaches the value of environmental protection, the dangers of pollution, and our ability to bring about positive change by choosing eco-friendly products and raising awareness among our communities. Save ozone, save the earth. Thank you. Signing, Soumya. Okay. Good afternoon, ma'am. Good afternoon, ma'am. എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യുന്നതിന്റെ ഇടയിലുണ്ട്, അതൊന്നും വൈകി പോയത്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ എടുത്തത്? Cognitive development.
സിംബോളിക്കിന്റെ പറയാന്ന് പറഞ്ഞു. ഡെവലപ്മെന്റ്. ജെറോമസ് ബ്രൂണറിന്റെ തിയറിയാണ് ഇനാക്റ്റീവ് സ്റ്റേജും ഐക്കോണിക് സ്റ്റേജും സിംബോളിക് സ്റ്റേജും. ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ, നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ഓക്കെ. ഒന്നുകൂടി സിംബോളിക് സ്റ്റേജ് പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹയസ്റ്റ് സ്റ്റേജ് ആയിട്ട് ബ്രൂണർ കണക്കാക്കുന്നത് ഏത് സ്റ്റേജിനെയാണ്? ഹയസ്റ്റ് സ്റ്റേജ് ആയിട്ട് സിംബോളിക് സ്റ്റേജ്. സിംബോളിക് സ്റ്റേജ് അല്ലേ? ഓക്കെ, യെസ്. ഏത് സ്റ്റേജ് ആണെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. റെപ്രസെന്റേഷൻ ഓഫ് നോളജ് ത്രൂ ഇമാജസ്. ഏത് സ്റ്റേജ് ആണ് റെപ്രസെന്റേഷൻ ഓഫ് നോളജ് ത്രൂ ഇമാജസ്? Inactive stage. iconic stage. ഐക്കോണിക് സ്റ്റേജ് ആണ് കേട്ടോ. ഇമാജസിലൂടെ പഠനം നടത്തുന്നതാണ് എന്ത്? ഐക്കോണിക് സ്റ്റേജ്. റെപ്രസെന്റേഷൻ ഓഫ് നോളജ് ത്രൂ ആക്ഷൻസ് ഏതാണ്? Inactive പ്രവർത്തനം കേട്ടോ. ഓക്കെ. Then use of words and other symbols to describe experiences. Symbols വെച്ച് കുട്ടികൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന സ്റ്റേജ് ആണ് സിംബോളിക് സ്റ്റേജ്. PDF കാണാമോ? യെസ് മാം. ഇനി കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയില് നമ്മൾ പഠിച്ചത് ഇപ്പോൾ ആരുടെയാണ്? ജെറോമസ് ബ്രൂണറുടെ തിയറിയാണ് അല്ലെ? അതിൽ അദ്ദേഹം 3 ഘട്ടങ്ങളായിട്ടാണ് സ്റ്റേജസ് പറയുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ് ആണ് സിംബോളിക് സ്റ്റേജ്. സ്റ്റേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് കേട്ടോ. ഓക്കെ. പ്രവർത്തന ഘട്ടം, വിൽപ്പന ഘട്ടമാണ് പ്രതിരൂപാത്മക ഘട്ടം. ഓക്കെ. അതായത് കുട്ടികള് ആദ്യത്തെ സ്റ്റേജ് ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അവിടെ കുട്ടികള് അറിവിന്റെ ലോകത്തേക്ക് വരുന്നത് എങ്ങനെയാണ്? എന്തിലൂടെയാണ്? വൈജ്ഞാനിക കുട്ടി അവന്റെ ലോകത്തില് വിവിധ തരത്തിലുള്ള ആംഗ്യങ്ങളിലൂടെയാണ് മീൻസ് ആക്ഷൻസിലൂടെയാണ് കുട്ടികൾ പരിചയപ്പെടുന്നത്, അല്ലെങ്കിൽ പഠിക്കുന്നത്. ഇനി ഇതിന്റെ ഒരു ഹയസ്റ്റ് സ്റ്റേജ് ആയിട്ട് കണക്കാക്കുന്നത് സിംബോളിക് സ്റ്റേജ് ഈസ് കൺസിഡർഡ് ആസ് ദ ഹയസ്റ്റ് സ്റ്റേജ് ഇൻ ബ്രൂണേഴ്സ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റൽ തിയറി. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയുടെ ഹയസ്റ്റ് സ്റ്റേജ് ആയിട്ട് ബ്രൂണർ കണക്കാക്കുന്നത് സിംബോളിക് സ്റ്റേജിനെയാണ് കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരാം. ഹയസ്റ്റ് ക്വസ്റ്റ്യൻ ഉള്ള സ്റ്റേജ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് എഴുതേണ്ടത്? സിംബോളിക് സ്റ്റേജ് ആണ് കേട്ടോ. ഓക്കെ. സിംബോളിക് സ്റ്റേജ് പറഞ്ഞിരുന്നോ? കംപ്ലീറ്റ് ചെയ്തല്ലേ 3? സിംബോളിക് പറഞ്ഞു, ഒന്നുകൂടി പറയുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്. നിങ്ങൾക്ക് മനസ്സിലായതൊന്ന് പറയാമോ സിംബോളിക് സ്റ്റേറ്റ് എന്താണെന്ന്? നിങ്ങൾക്ക് മനസ്സിലായത്? പറഞ്ഞത് വെച്ചു അല്ലെങ്കിൽ ഈ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം ഒന്ന് പറയാമോ? സിംബോളിക് സ്റ്റേജ് പ്രതീകാത്മക ഘട്ടം എന്നാണ് അതിന്റെ മലയാളത്തിൽ പറയുന്നത്. സ്റ്റേജിൽ ഏറ്റവും ഹയസ്റ്റ് സ്റ്റേജ് ആയിട്ടാണ് പ്രതിരൂപാത്മക ഘട്ടം. പ്രതീകാത്മക അല്ല, പ്രതിരൂപാത്മക ഘട്ടം കേട്ടോ. ഓക്കെ. പ്രതിരൂപാത്മക ഘട്ടം എന്നറിയപ്പെടുന്നത്. സ്റ്റേജുകളിൽ ഏറ്റവും ഹയസ്റ്റ് സ്റ്റേജ് ആണത്. ഈ സ്റ്റേജിൽ കുട്ടികൾ വാക്കുകൾ, സംഖ്യകൾ, ഭാഷാ ചിഹ്നങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. അതായത് എക്സാമ്പിൾ പറയുവാണെങ്കിൽ കുട്ടിക്ക് ഐക്കോണിക് സ്റ്റേജിൽ ഒരു മാങ്ങ കാണിച്ചാൽ മാത്രമേ അത് മാങ്ങയാണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളായിരുന്നു. എന്നാൽ ഈ സ്റ്റേജിൽ കുട്ടി മാങ്ങ എന്ന് പറയുമ്പോൾ തന്നെയും കാണാത്തൊരവസ്ഥയിൽ തന്നെ അത് മാങ്ങയാണെന്ന് കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാകും. പിന്നെ അബ്സ്ട്രാക്ട് ചിന്തകളൊക്കെ ഈ സ്റ്റേജിലാണ് ആരംഭിക്കുന്നത്. അതെനിക്ക് മനസ്സിലായ ഒരു കാര്യം. പറയോ?
അതിനെ പറഞ്ഞ പോലെ തന്നെ ഹയസ്റ്റ് സ്റ്റേജ് ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. കുട്ടികള് വേർഡ്സിലൂടെയും സിമ്പിൾസിലൂടെയും കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ഘട്ടം. അതിപ്പോ മാത്തമാറ്റിക്കലി ആണെങ്കിലും ലാംഗ്വേജിലാണെങ്കിലും ഏത് രീതിയിലാണ് കുട്ടികൾ കുറച്ചുകൂടി മെച്യൂർഡ് ആയാലും മനസ്സിലാക്കുന്ന ഒരു ഘട്ടത്തിനാണ് സിംബോളിക് സ്റ്റേജ് എന്ന് പറയുന്നത്. കുട്ടികളെ സിമ്പിൾസിലൂടെ അല്ലെങ്കിൽ ഓർഡിനറി ഇമാജസ് അല്ലെങ്കിൽ അത്തരം ആക്ടിവിറ്റീസിലൂടെയാണ് കുട്ടികൾ എന്താ ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നത്, നോളജ് അക്വയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എക്സാമ്പിൾ പോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന ലാംഗ്വേജ് ആൻഡ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞില്ലേ മാത്തമാറ്റിക്സിൽ കുട്ടികൾ എന്തൊക്കെയാണ് ഫസ്റ്റ് പഠിക്കുന്നതെന്ന്? എന്തൊക്കെ കാര്യങ്ങളാണ് മാത്തമാറ്റിക്സിൽ ആദ്യം പഠിക്കുന്നത്? നമ്പേഴ്സ്, കൗണ്ടിങ്, പിന്നെ ലെസ് ആൻഡ് ഗ്രേറ്റർ ദാൻ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഓക്കെ, അസെൻഡിങ് ഓർഡർ, അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ തിയറി അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. ഒരു സ്റ്റേജും അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല കേട്ടോ. നിങ്ങൾക്ക് ഓർഡർ തെറ്റിച്ച ക്വസ്റ്റ്യൻ വരും. അപ്പൊ ഐഡന്റിഫൈ ദ ബ്രൂണർ സ്റ്റേജ് ഇൻ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ട് ഫസ്റ്റ് ഐക്കോണിക് സ്റ്റേജ്, ഇനാക്റ്റീവ് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ് എന്ന് ഹൈഫൺ ഇട്ട് അല്ലെങ്കിൽ ആരോ മാർക്കിട്ട് കൊടുക്കും. ഫസ്റ്റ് ഓപ്ഷൻ അതാണ്. സെക്കൻഡ് ഓപ്ഷനും തെറ്റിക്കും, തേർഡ് ഓപ്ഷനും തെറ്റിക്കും. ഏതെങ്കിലും ഒരു ഓപ്ഷൻ മാത്രമേ എന്തുണ്ടായിരിക്കുള്ളൂ? ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്. കണ്ടോ? അങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടാലും തെറ്റിപ്പോകരുത്. ഓക്കെ, ഓർഡറിൽ തന്നെയായിരിക്കണം. ആദ്യം വരുന്നത് സിംബോളിക് സ്റ്റേജ് അല്ല, ഫസ്റ്റ് വരുന്നത് എങ്ങനെ? അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കുക, കുട്ടി ആദ്യം പഠിക്കുന്നത് ആക്ഷൻസിലൂടെയാണ്, ആംഗ്യങ്ങളിലൂടെ പഠിക്കുന്ന സ്റ്റേജ് ആണ് എന്ത്? ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്, അഥവാ പ്രവർത്തന ഘട്ടം. ഐക്കോണിക് സ്റ്റേജിൽ എങ്ങനെയാണ് കുട്ടികൾ പഠിക്കുന്നത്? ഐക്കോണിക് സ്റ്റേജില് എങ്ങനെയാണ് കുട്ടികൾ പഠിക്കുന്നത്? അതെ, ആ സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് കുട്ടികൾ ഏതിലേക്ക് പോകുന്നത്? സിംബോളിക് സ്റ്റേജിലേക്ക് കിടക്കുന്നത്. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റണം. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. പിന്നെ ഇങ്ങനെയും ചോദിക്കാം, വിച്ച് ആർ സീക്വൻഷ്യൽ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഇൻ ബ്രൂണേഴ്സ് തിയറി എന്ന് ചോദിച്ചാലോ സീക്വൻഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഈ 3 സ്റ്റേജസ് ആണ് കേട്ടോ, ഇനാക്റ്റീവ്, ഐക്കോണിക് ആൻഡ് സിംബോളിക്. ഇപ്പൊ തന്നെ അങ്ങനെ മനസ്സിൽ പതിഞ്ഞ് പഠിച്ചു വെച്ചോളൂ, മാറിപ്പോവല്ല കേട്ടോ. ദെൻ വേറൊരു ക്വസ്റ്റ്യൻ പറയാം, ഹു എംഫസൈസ് ദ കോൺസെപ്റ്റ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി എന്ന് ചോദിച്ചാൽ അദ്ദേഹം തിയറി കണക്ട് ചെയ്താക്കണത് കണ്ടോ നിങ്ങള്? സിമ്പിൾ ടു കോംപ്ലക്സ് ലെവലിലേക്കാണ് അദ്ദേഹം തിയറി കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് ആക്ഷൻസിലൂടെ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്, ആംഗ്യങ്ങളിലൂടെ പഠനം നടക്കുന്നത് സിമ്പിൾ സ്റ്റേജ് ആണ്. ദെൻ കുറച്ചുകൂടി ഒന്ന് എലാബറേറ്റ് ചെയ്തപ്പോൾ എന്താണ്? ഇമാജസ് കണ്ടുപഠിക്കാൻ തുടങ്ങി. ഓക്കെ, ദെൻ കുറച്ചും കൂടി ഒരു കോംപ്ലക്സ് സിറ്റുവേഷൻ എന്താണ്? സിംബോളിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോഴാണ് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രോസസ്, ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ പ്രോസസ്സ് പോയിരിക്കുന്നത് എങ്ങനെയാണ്? സിമ്പിൾ ടു കോംപ്ലക്സ് ലെവലിലാണ്. ഓക്കെ, മനസ്സിലായോ? അതായത് സിമ്പിൾ ആയതിൽ നിന്നും കോംപ്ലക്സ് സങ്കീർണമായതിലേക്ക്, എളുപ്പമായതിൽ നിന്നും സങ്കീർണമായതിലേക്ക് എന്ന രീതിയിലാണ് അദ്ദേഹം ആ തിയറിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മിണ്ടാതിരിക്കുന്നേ, മനസ്സിലായില്ലേ? ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആണ് കേട്ടോ. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് നമ്മുടെ ഇതിലാണ് തിയറി പഠിക്കാന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒന്നുകൂടി പറയാം, ഒരാളൊന്ന് വായിച്ചു, ഒരു ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിക്കൂ. വായിക്കട്ടെ? ആ, വായിച്ചോ. During later childhood, children enter into Piaget's concrete operational stage of creative development. They begin to think logically but are unable to think in abstract terms. Children develop powers of observation, attention, reasoning, and abstract thinking. They can focus on more than one aspect of situation and can universally experience what happens around them. ഓക്കെ, അപ്പോ നമ്മൾ അടുത്ത തിയറിയിലോട്ട് കിടക്കാണ്, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. എന്താണ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? ഇന്റലിജൻസ് എന്താണ്? ബുദ്ധിപരമായിട്ടുള്ള വികസനത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ അതിന് തിയറീസുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള തിയറി എന്ന് പറയുന്നത് ആരുടേതാണ്? പിയാഷെറ്റാണ്. പേര് സ്പെല്ലിങ്ങും തമ്മിൽ ഒരു വ്യത്യാസമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു,
പക്ഷെ എങ്ങനെയാണ് വായിക്കുന്നത് കേട്ടോ. പിയാഷെ എന്നാണ്, ജീൻ പിയാഷെ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹമാണ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന്റെ സ്റ്റേജസിനെ കുറിച്ചിട്ട് എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്നത്. പുതിയ പുതിയ തിയറീസ് അദ്ദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ ഈ തിയറിയില് നിങ്ങൾക്ക് ഒരു സ്റ്റേജ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. പിയാഷെയുടെ തിയറിയിലെ ഒരു സ്റ്റേജ് ആണ് ഏത്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ഓഫ് ക്രിയേറ്റീവ് ഡെവലപ്മെന്റ്. അപ്പോൾ സ്റ്റേജിന്റെ പേരാണ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്തേ, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. ടീച്ചർ ഈ ഇൻട്രൊഡക്ഷൻ ഭാഗം മാത്രം പറഞ്ഞിട്ട് നമുക്ക് സ്റ്റേജസ് എന്താണെന്നുള്ളത് നാലെണ്ണം പഠിക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ പാരഗ്രാഫിൽ പറയുന്നത് എന്താണ്? പിയാഷെ പറയുന്നത് കുട്ടികള് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അവരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റൽ സ്റ്റേജ്, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിലാണ് കുട്ടികൾ എന്ത് നടക്കുന്നത്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ് കുട്ടികളിലെ ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോസസ്സുകൾ നടക്കുന്നത് ഏത് സമയത്താണ്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ്. ക്രിയാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ട് കുട്ടികൾ ചിന്തിച്ചു തുടങ്ങുന്നതും ആക്ടിവേറ്റഡ് ആവുന്നതൊക്കെ ഏത് സമയത്താണ്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, they begin to think logically but unable to think abstract terms. അതായത് ഈ ഒരു സമയത്ത് കുട്ടികളെ ലോജിക് ആയിട്ട് തിങ്ക് ചെയ്യാൻ ആരംഭിച്ചു. ലോജിക് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? യുക്തിപരമായിട്ട് ചിന്തിക്കാൻ അറിയില്ല, പക്ഷെ അവർക്ക് അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ടേംസിനെ കുറിച്ചിട്ട് പറയാൻ അറിയില്ല. എന്താണ് അബ്സ്ട്രാക്ട് ടേംസ് എന്ന് പറയുന്നത്? ഇത് അമൂർത്തമായിട്ട് ഒരു കാര്യത്തിന് അർത്ഥം അറിഞ്ഞിട്ടൊക്കെ ചിന്തിക്കാനായിട്ട് അവർക്ക് അല്ലെങ്കിൽ പറയാനായിട്ട് അവർക്ക് സാധിക്കില്ല. ചിന്തിക്കാൻ പറ്റും ലോജിക്കലി, യുക്തിപരമായിട്ട് പല കാര്യങ്ങളും ചിന്തിക്കാനൊരു കപ്പാസിറ്റി ഉണ്ടാവും, പക്ഷെ എന്താണ് അമൂർത്തമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് കുട്ടികൾക്ക് സാധിക്കില്ല. ദെൻ ചിൽഡ്രൻ ഡെവലപ്പ് പവേഴ്സ് ഓഫ് ഒബ്സർവേഷൻ. ഈ ഒരു പീരീഡിൽ കുട്ടികളിൽ നടക്കുന്ന കുറച്ച് പ്രോസസ്സുകളാണ് എന്ത്? ചിൽഡ്രൻ ഡെവലപ്പ് പവേഴ്സ് ഓഫ് ഒബ്സർവേഷൻ. അവർക്ക് നിരീക്ഷണ പാഠവം ഡെവലപ്പ് ചെയ്യുന്നു അല്ലെ, നന്നായിട്ട് നിരീക്ഷിക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. അറ്റൻഷൻ ഉണ്ടാവുന്നു. അറ്റൻഷൻ എന്താണ്? അറ്റൻഷൻ, റീസണിങ് ആൻഡ് അബ്സ്ട്രാക്ട് തിങ്കിങ്. റീസണിങ് ആൻഡ് അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് പറയുന്നത് എന്താണ്? കൃത്യമായിട്ട് റീസൺ ചെയ്യാൻ, കാര്യകാരണങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കാനൊക്കെ കുട്ടികൾ ആരംഭിക്കുകയാണ്. ഓക്കെ, they can focus on more than one aspects of a situation. They can focus on more than one aspects of a situation and can universally experience what happens around them. എന്താണ് they can focus on more than one aspects എന്ന് പറയുന്നത്? അതായത് ഈ ഒരു സമയത്ത് ഈ ഒരു സ്റ്റേജിലുള്ള കുട്ടികൾക്ക് എന്താണ് സാഹചര്യത്തിൽ ഒന്നിലധികം വശങ്ങളെ കുറിച്ച് ആലോചിക്കാനായിട്ട്, ഏത് സിറ്റുവേഷൻ ആണെങ്കിലും എന്താണ് ഒന്നിലധികം കാര്യങ്ങൾ അവർക്ക് ആലോചിക്കാനുള്ള ഒരു തിങ്കിങ് കപ്പാസിറ്റി അവർക്ക് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ എന്താണ് അവർക്ക് ചുറ്റും സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് യൂണിവേഴ്സൽ ആയിട്ടുള്ള സാർവത്രികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ, അത് അനുഭവിക്കാനായിട്ട് കഴിയുന്ന ഒരു സ്റ്റേജ് ആണ് എന്ത്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാല് ഒരു തിയറിയുടെ ഒരു സ്റ്റേജ് മാത്രം പഠിക്കുന്നതുകൊണ്ടാണ്. ഇതിനും തൊട്ട് മുൻ എന്താണ് നടന്നത്, ഇതിന് ശേഷം എന്താണ് നടന്നത് നിങ്ങൾക്ക് അറിയില്ല അല്ലെ. ഓക്കെ, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന മാത്രം ഒരു സ്റ്റേജിൽ എന്താ നടക്കുന്നത്? കുട്ടികള് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നു, പക്ഷെ അവർക്ക് അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ടേംസുകൾ അവർക്ക് അറിയില്ല. അതേപോലെ ഒബ്സർവേഷൻ ചെയ്യാനും അറ്റൻഷൻ ചെയ്യാനും റീസണിങ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഒരു സിറ്റുവേഷനിൽ പല വശങ്ങളിൽ ചിന്തിക്കാനും യൂണിവേഴ്സൽ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. അതാണ് എന്ത്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഉണ്ടായോ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്? യെസ്. ഇനി നമുക്ക് തിയറി പഠിക്കാം. തിയറി പഠിക്കുന്നതിന് മുമ്പായിട്ട് ഒരു നോട്ട് ചെയ്ത് പോകണം കേട്ടോ. മേജർ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്നും കാണാറുണ്ട്, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്നും കാണാറുണ്ട് കേട്ടോ. രണ്ട് രീതിയിൽ കാണാറുണ്ട് പേരുകൾ, രണ്ടും ഒരേ അർത്ഥം തന്നെയാണുള്ളത്. ഓക്കെ, വൈജ്ഞാനിക വികസനം ബുദ്ധി വികസനം തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. ചിലതിൽ കാണും കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ ചിലതിൽ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന് മാത്രമായിരിക്കും കാണുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എഴുതാം മേജർ സ്റ്റേജസ് ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്ന് എഴുതിക്കോളൂ കേട്ടോ. മേജർ സ്റ്റേജസ് ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്ന് ഹെഡിങ് കൊടുക്കാം. അതില് ഫസ്റ്റ് സ്റ്റേജ് ആണ് ടീച്ചർ പറയുന്നത്. ഹെഡിങ് എഴുതിയോ? മേജർ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്.
ഫസ്റ്റ് സ്റ്റേജ് ആണ് എന്ത്? സെൻസറി മോട്ടോർ സ്റ്റേജ്. സെൻസറി മോട്ടോർ സ്റ്റേജ്. സെൻസറി SENSORY SENSORY സെൻസറി മോട്ടോർ MOTOR മോട്ടോർ സ്റ്റേജ്. സെൻസറി മോട്ടോർ സ്റ്റേജ്. മലയാളം വാക്ക് നിങ്ങൾ കേട്ടിടണം, അത് എഴുതണമെന്നില്ല. എഴുതാൻ നിങ്ങൾക്ക് കുറച്ച് കേട്ട് എഴുതാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് കേട്ടാൽ മതി കേട്ടോ. ഇന്ദ്രിയ ചാലക ഘട്ടം എന്നാണ് ഈ സ്റ്റേജിന് നമ്മൾ പറയുന്നത്. സൈക്കോളജിക്കലി മലയാളത്തിൽ പറയുന്നത് എന്താണ്? ഇന്ദ്രിയ ചാലക ഘട്ടം അഥവാ സെൻസറി മോട്ടോർ സ്റ്റേജ്. ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെ ആയിരിക്കും അത്? നോട്ട് ചെയ്യാ. 0 to 2 years. അവിടെ നിന്ന് ബ്രാക്കറ്റിൽ എഴുതി പോവാ കേട്ടോ. 0 to 2 years. 0 വയസ്സ് മുതൽ 2 വയസ്സ് വരെ സെൻസറി മോട്ടോർ സ്റ്റേജ്. എപ്പോഴാണ്? 0 to 2 years. ഓക്കെ. സെക്കൻഡ് സ്റ്റേജ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. PRE എന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൺ ഇടാം. ഓപ്പറേഷണൽ സ്റ്റേജ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. PRE ഹൈഫൺ ഓപ്പറേഷണൽ OPRATIONAL ഓപ്പറേഷണൽ സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് ആണ് കേട്ടോ. സെക്കൻഡ് സ്റ്റേജ് ആണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. മലയാളത്തിൽ നമ്മൾ ഇതിനെ പറയുന്നത് പ്രാക് മനോവ്യാപാരഘട്ടം. പ്രാക് മനോവ്യാപാരഘട്ടം. ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയാണ്? നമ്മൾ പറയുക 0 to 2 years വരെയാണ് സെൻസറി മോട്ടോർ സ്റ്റേജ്. ദെൻ സെക്കൻഡ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് മുതലായിരിക്കും? 2 to 7 years കേട്ടോ. 2 to 7 years. 2 to 7 years. to 7 years. എത്തിയോ? Then third stage ആണ് എന്താ? Third stage ആണ് നിങ്ങൾ പഠിക്കുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ടെക്സ്റ്റിൽ കിടപ്പുണ്ട് കണ്ടോ? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. മൂർത്ത മനോവ്യാപാര ഘട്ടം എന്ന് പറയും. മൂർത്ത മനോവ്യാപാര ഘട്ടം. കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെ ആയിരിക്കും? അപ്പോൾ സ്റ്റാർട്ടിങ് എങ്ങനെയായിരിക്കും? 7 to 11. 11 years ആണ് കേട്ടോ. 7 to 11 years. 7 to 11 years. The last stage ആണ് fourth stage. Fourth stage formal operational stage. Formal operation stage. Formal operational stage. Formal FORMAL. Formal operational stage. Formal operational stage. മാം അവിടെ ആരോ ആ ഒന്നുകൂടിയും പറയാവോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊന്നും പറയൂ കേട്ടോ. ഇത് 11 years and above എഴുതോട്ടോ. 11 years and above. 11 വയസ്സ് മുതൽ മുകളിലേക്ക് കേട്ടോ. 11 years and above. മേജർ സ്റ്റേജസ് ഒന്നുകൂടി പറയാണ്. സെൻസറി മോട്ടോർ സ്റ്റേജ്. സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ് ആദ്യത്തെ സ്റ്റേജ്. 0 to 2 years ആണ് സെൻസറി മോട്ടോർ സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ആണ് എന്ത്? 2 to 7 years ആണ്. 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടം. ദെൻ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെ. 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെ. 7 to 11 years. ആൻഡ് ഫോർത്ത് സ്റ്റേജ് ആണ് എന്ത്? ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. 11 years and above. Formal operation stage 11 years and above. എഴുതിയോ എല്ലാവരും? നിങ്ങൾ പറഞ്ഞാലേ എഴുതിയെന്ന് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ.
എഴുതി മാം. മിസ്റ്റർ ഫോർമൽ ഓപ്പറേഷന്റെ മലയാളം പറഞ്ഞില്ല. എന്താണ് ഫോർത്ത് സ്റ്റേജിന്റെ മലയാളം പറഞ്ഞില്ല. മലയാളം എഴുതിയിട്ടുണ്ടോ? ഇതുണ്ട്. എഴുതിയെടുക്കുന്നുണ്ടോ? ഓക്കെ, അത് മനോവ്യാപാര ഘട്ടം, പൂർണ്ണ മനോവ്യാപാര ഘട്ടം, പൂർണ്ണ മനോവ്യാപാര ഘട്ടം. എഴുതിയെടുക്കണവരെ എഴുതിയെടുത്താൽ മതി, നിർബന്ധമില്ല. അതെന്തായാലും ക്വസ്റ്റ്യൻസിന് ചോദിക്കില്ല, പക്ഷെ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നതന്നെ കേട്ടോ. ഓക്കെ, നമുക്കിനി ഓരോ സ്റ്റേജിൽ എന്തൊക്കെയാണ് ഡെവലപ്മെന്റ്സ് നടക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് സെൻസറി മോട്ടോർ സ്റ്റേജില് 0 to 2 years അല്ലെ, 0 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടമാണ് അല്ലെ. കുഞ്ഞ് ജനിച്ച ഒരു 2 വയസ്സുള്ള സമയത്തുള്ള സ്റ്റേറ്റസ് ആണ്. പിന്നെ ഇന്റലക്ച്വലി ഉള്ള ഡെവലപ്മെന്റ്സ് ആണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. In the first 2 years, infants' mental activities. ഈ ഒരു സമയത്ത് ഇൻഫാൻസ് ശിശുക്കളുടെ എന്ത് ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നത്? മാനസികമായിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നത് അല്ലെ. അതായത് കുട്ടിക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് അല്ലെ. ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് ഇതിൽ പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വരുന്നത് എഴുതിക്കോളൂ, നോട്ട് ചെയ്യാട്ടോ. എഴുതിക്കോളൂ. In the first 2 years, ഓരോ സ്റ്റേജിന്റെ ഹെഡിങ് കൊടുത്താൽ ഓരോന്ന് പോയിന്റ് ഔട്ടായിട്ട് എഴുതി താഴെ പോവാം കേട്ടോ. In the first 2 years, എന്തോ മാഡം കൊടുക്കണ്ടേ? എന്താ ഹെഡിങ്? ഹെഡിങ് സെൻസറി മോട്ടോർ സ്റ്റേജ്. ഓക്കെ. In the first 2 years, infants mental activities. Infants mental activities. ഫസ്റ്റ് 2 years എന്താണ് നടക്കുന്നത്? അപ്പോ ഈ ഒരു സ്റ്റേജില് കുട്ടികളുടെ മെന്റൽ ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് പോയിന്റ്, കോഓർഡിനേഷൻ. CO ഒരു ഹൈഫൺ ORDINATION. കോഓർഡിനേഷൻ ഓഫ് റിഫ്ലെക്സസ്. REFLEXES. Coordination of reflexes. During the first 4 months. എന്താണ് റിഫ്ലെക്സ് എന്ന് പറയുന്നത്? കോർഡിനേഷൻ ഓഫ് റിഫ്ലെക്സ് എന്ന് പറയുന്നത് എന്താ? ഫീൽ ചെയ്യുന്നത്. യെസ്, കുട്ടികള് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് അവിടെ വരുന്നത് കേട്ടോ. ഒരു 4 months ടച്ച് ചെയ്യുമ്പോഴൊക്കെയുള്ള ഫീലിങ്സുകൾ തിരിച്ചറിയാണ് കുട്ടി. ഓക്കെ, യെസ്. അവിടെ മോട്ടോർ കോർഡിനേഷൻസ് നടക്കുന്നുണ്ടോ 4 months മോട്ടോർ കോർഡിനേഷൻ? അവര് കമഴ്ന്ന് വീഴുന്നില്ലേ, അപ്പൊ അത് മോട്ടോർ കോർഡിനേഷൻ. യെസ്, ഓക്കെ. Then third point ആണ് ഒബ്ജക്റ്റ് പെർമനൻസ്. നമ്മൾ നോക്കണം, 0 to 2 വയസ്സ് വരെയുള്ള കാര്യങ്ങളാണ് സെൻസറി മോട്ടോർ സ്റ്റേജിൽ നടക്കുന്നത് കേട്ടോ. 2 വയസ്സ് വരെ ഉള്ളത്. ഒബ്ജക്റ്റ് പെർമനൻസ്. എന്താണ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത്? വസ്തുക്കളെ നോക്കാൻ. വസ്തുക്കളെ തിരിച്ചറിയാണ് അല്ലെ. അതായത് 2 വയസ്സാണ്. ഇപ്പൊ ഒരു തുണിയുടെ അടിയിലായിട്ട് ബോൾ വെച്ചെന്ന് വിചാരിക്കാം. ഒരു തുണിയുടെ അടിയിൽ ആ തുണിയുടെ ബോളിന് മുകളിൽ ഒരു തുണി വിരിച്ചിട്ടാക്കിയാണ്. ഓക്കെ, കുട്ടിക്ക് അറിയാൻ പറ്റും എന്ത്? അത് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ എന്താണ് ബോളാണെന്ന് തിരിച്ചറിയാൻ പറ്റും. എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? എന്തുകൊണ്ട് മനസ്സിലായി അത് അതിന്റെ അടിയിൽ ബോളാണെന്നുള്ളത്? അതിനു മുന്നേ കണ്ട് പരിചയമായ ഒബ്ജക്റ്റ് ആണ്. അതെ, യെസ്. ഒബ്ജക്റ്റുകളെ തിരിച്ചറിയാനായിട്ട് കുഞ്ഞ് ഇപ്പൊ ബോളിന്റെ ഷേപ്സ് എന്താ കുഞ്ഞിന് അറിയാം. അതിനടിയിലെ ബോളാണ്, അല്ലെങ്കിൽ അത് ഷോള ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു തുണി ആയിക്കോട്ടെ, അതിന്റെ താഴെ വെച്ചപ്പോ ആ ഷേപ്സ് എന്ന് കുഞ്ഞ് ഐഡന്റിഫൈ ചെയ്യണത് ബോളാണ്. അപ്പൊ ഒബ്ജക്റ്റ് പെർമനന്റ് ചെയ്യാണ് അല്ലെ. ഓരോ ഒബ്ജക്റ്റിനെ കൃത്യമായിട്ട് തിരിച്ചറിയാനായിട്ട് തുടങ്ങുന്നു അല്ലെ. 2 വയസ്സാകുമ്പോഴേക്കും കുട്ടികളെ. ഓക്കെ,
യെസ്, അതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഒബ്ജക്റ്റ് പെർമനൻസിന്റെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. മാം അപ്പൊ എന്തോ പെർമനന്റ് എന്നാണോ പെർമൻസ് എന്നാണോ പറഞ്ഞേ? പെർമനൻസ്, പെർമനൻസ്, PERMANCE, പെർമനൻസ്. ഒബ്ജക്റ്റ് പെർമനൻസ്, PERMANCE, ഒബ്ജക്റ്റ് പെർമനൻസ്. ഓക്കെ, അപ്പൊ സെൻസറി മോട്ടോർ സ്റ്റേജിൽ ഇത്തരം കാര്യങ്ങളാണ് ഇന്റലക്ച്വലി നടക്കുന്നത്. ഓക്കെ, ഇന്റലക്ച്വലി നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ്? സെക്കൻഡ് സ്റ്റേജ് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ഹെഡിങ് കൊടുക്കാം കേട്ടോ. പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് എഴുതിയിട്ട് ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയാണ്? 2 to 7 years അല്ലെ? 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടം. ഇത് സംസാരങ്ങൾ അല്ലെങ്കിൽ വാക്കുകളിലൂടെ പലതരം എക്സ്പ്രഷൻസ് ഒക്കെ പുറപ്പെടുവിക്കുന്ന കാലഘട്ടമാണ് എന്ത് ഈ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. നോട്ട് ചെയ്യാം, മെന്റൽ ഇമാജസ് ഓരോ പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതിയാൽ മതി കേട്ടോ. മെന്റൽ ഇമാജസ് എഴുതാം. മെന്റൽ ഇമാജസ് ആൻഡ് സിംബോളിക് ആക്ടിവിറ്റി എഴുതിയാൽ മതി കേട്ടോ. മെന്റൽ ഇമാജസ് ആൻഡ് സിംബോളിക് ആക്ടിവിറ്റി. ഈ ഒരു സ്റ്റേജിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ഇവിടെ എന്തൊക്കെ മനസ്സിലാക്കുന്നു? കുട്ടികളെ മെന്റൽ ഇമാജസ് രൂപപ്പെടുത്തുന്ന ഒരു വസ്തുവിന്റെ പേര് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെ കുറിച്ച് പറയുന്ന സമയത്ത് മാനസിക അതിൽ രൂപപ്പെടുകയാണ്. സിംബോളിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകള് ഈ ഒരു സ്റ്റേജിലാണ് കുട്ടി ചെയ്യുന്നത്. സിംബോളിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ കുട്ടികള് ഈ ഒരു ഘട്ടത്തിലാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് സിംബോളിക് ആക്ടിവിറ്റീസ്? സിംബോളിക് ആക്ടിവിറ്റീസ് ലാംഗ്വേജ് ആൻഡ് മാത്തമാറ്റിക് ആയിട്ടുള്ള ഐഡിയാസുകൾ കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടി നടക്കുന്നുണ്ട് ഇവിടെ. എന്താണ്? ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഏതാട്ടോ? ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഏത് സ്റ്റേജിലാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചോദിച്ചാൽ ഏതാ എഴുതേണ്ടത്? ഏത് സ്റ്റേജ് ആണ്? രണ്ട് തിയറി നമ്മൾ കൂട്ടി കലർത്തി പോകരുത് കേട്ടോ പഠിക്കുമ്പോ. അത് ജെറോമസ് ബ്രൂണറുടെ തിയറിയാണ്, ഇത് പിയാഷയുടെ തിയറിയാണ്. ഓക്കെ, അതിൽ 3 സ്റ്റേജുള്ളൂ, ഇതിൽ 4 സ്റ്റേജുള്ളൂ. 4 സ്റ്റേജും കാലം 4 തന്നെയാണ്. ഓക്കെ, ലാംഗ്വേജ് ഭാഷാ വികസനം സംഭവിക്കുന്നത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. ഓക്കെ, ദെൻ ഇവിടെ വേറൊരു കോൺസെപ്റ്റ് കൂടി ഫോം ചെയ്യുന്നുണ്ട്. അതായത് ഒരു കോൺസെപ്റ്റ് ഈ ഒരു സമയത്ത് കുട്ടികളെല്ലാം ഫോം ചെയ്യുന്നതാണ് എന്ത്? ആനിമിസം. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആനിമിസം. ആനിമിസം എഴുതാം. ANIMISIM. ANIMISM. MISIM. Animism. Animism. Okay, though. Animism. ANIMISIM. Animism. എന്താണ് അനിമിസം എന്നൊരു കോൺസെപ്റ്റ്? അതായത് നമ്മളുടെ കുട്ടികള് ഈ ജീവനില്ലാത്ത വസ്തുക്കളെ കൊണ്ട് ജീവനുള്ള വസ്തുവായിട്ട് കാണുന്ന കണ്ടിട്ടില്ലേ നിങ്ങള്? ജീവനില്ലാത്തവയെ, അതായത് പാവേനെ കൊണ്ടെടുത്ത് പാവയോട് സംസാരിക്കും, ഭക്ഷണം കൊടുക്കും, ചിലപ്പോൾ പോകുന്ന സ്ഥലത്ത് കൊണ്ടുപോകും, ആൾക്കാരെ പരിചയപ്പെടുത്തി കൊടുക്കും. അതൊക്കെ എന്താണ്? അത് നിർജീവ വസ്തുവാണെങ്കിൽ കൂടിയും കുട്ടി എന്താണ് വിചാരിക്കുന്നത്? അവന് ജീവനുള്ള വസ്തുവാണ്. ആ ഒരു കോൺസെപ്റ്റ് ആണ് എന്ത്? അനിമിസം എന്ന് പറയുന്നത്. അത് ഏത് സ്റ്റേജിലാണ് കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്നത്? ഏത് സ്റ്റേജിലാണ്? പ്രീ ഓപ്പറേഷൻ അനിമിസം എന്നൊരു കോൺസെപ്റ്റ് ജീവനില്ലാത്ത വസ്തുക്കളെ ജീവനുള്ള വസ്തുക്കളായിട്ട് കുട്ടികളെ കാണുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. അനിമിസം അപ്പം നിന്നു പോകാത്തൊരു സംഭവമാണോ? ചില ആൾക്കാർക്ക് ഈ ജീവനില്ലാത്ത വസ്തുക്കൾ കൂടെ കൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവം ഇല്ലേ? അത് കണ്ടിന്യൂ ചെയ്യാറുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് ബിഗ് ബോസിൽ ഒരു
അനുമോള് പ്ലാച്ചിയും കൊണ്ട് നടക്കുന്നില്ലേ, അപ്പൊ അതൊരു അനിമിസമാണോ? ആരാണ്? ബിഗ് ബോസിലെ അനുമോള് പ്ലാച്ചിക്കുട്ടനില്ലേ, പ്ലാച്ചിക്കുട്ടൻ ഞാനത് കാണാറില്ലായിരുന്നു. ചെറിയൊരു ടെഡി ബെയർ ആണത്, ടെഡി ബെയർ. ഓക്കെ, ആയിരിക്കും. അത് പക്ഷെ അറിഞ്ഞിട്ടും കൊണ്ട് നടക്കുകയാണ് അല്ലെ, അത് ജീവിതമുള്ള വസ്തുവാണെന്ന് അറിയാം, അറിഞ്ഞിട്ട് കൊണ്ട് നടക്കുകയാണ്. അപ്പൊ അതിന് ആ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ ഒക്കെ കുട്ടികള്? ഓക്കെ, ആ ഒരു സ്റ്റേജിലൊക്കെയാണ്. ചിലപ്പോ ആ സ്റ്റേജിൽ തുടങ്ങിയതായിരിക്കാം, പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ചിലപ്പോ ചിലരുടെ ശീലങ്ങൾ മാറ്റാൻ പറ്റാണ്ട് ഹാബിറ്റ്സുകൾ അദ്ദേഹം പറഞ്ഞത് നിന്നു പോകാത്ത സംഭവമാണോ? ഓക്കെ, അപ്പൊ പ്രീ ഓപ്പറേഷൻ സ്റ്റേജിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്? മെന്റൽ ഇമാജസ്, സിംബോളിക് ആക്ടിവിറ്റി, ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആൻഡ് അനിമിസം. ഓക്കെ, ക്ലിയർ ആണോ? സെക്കൻഡ് സ്റ്റേജ് ഏത് വയസ്സ് മുതൽ ഏത്? ആനിമേഷൻ അല്ല, ആനിമേഷൻ അല്ല, അനിമിസം. അനിമിസം അതല്ലേ മിസ്, അതിന്നായിരിക്കും അനിമേഷൻ ഉണ്ടായിരിക്കണത്. ജീവനാക്കി അനിമേഷൻ നോക്കിയിരിക്കണത്. യെസ്, ജീവനില്ലാത്തറ. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് എനിക്ക് അറിയില്ല കേട്ടോ, പുതിയ അറിവാണ്. ആയിരിക്കും ചിലപ്പോ. അങ്ങനെയാണല്ലോ നമ്മൾ ചിന്തിക്കുമ്പോൾ ശരിയല്ല, അങ്ങനെയാണ് ആനിമേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെ ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്നാണ് അല്ലെ? ശരി, ഓക്കെ. തേർഡ് സ്റ്റേജ് എന്താണ്? തേർഡ് സ്റ്റേജ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്താട്ടോ? 7 to 11 years. ഇതിൽ ഏജ് പോലും തെറ്റിപ്പോയത് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഏജ് വരെ കറക്റ്റ് ആയിട്ട് പഠിക്കണം. കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്നാണ് നമ്മൾ തിയറിയിൽ ഇവിടെ പഠിച്ചത്. ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, കുട്ടികൾ എങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്നു, എങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുന്നു എന്നാണ് പറഞ്ഞത്. Logical thinking. Yes, logical thinking. ഇപ്പൊ എഴുതാം, ലോജിക്കൽ തിങ്കിങ്. പോയിന്റ് ഔട്ട് ആയിട്ട് എഴുതി പോകുന്നു കേട്ടോ. അങ്ങനത്രയും പഠിച്ചാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിപ്പിച്ചു തരുന്നില്ല കേട്ടോ തിയറി, വെറുതെ പോയിന്റ് ഔട്ട് മാത്രമേ പഠിപ്പിക്കുന്നുള്ളത്. വലിയ തിയറിയാണ്, അറിഞ്ഞിരിക്കാനുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പഠിപ്പിച്ചു തരുന്നുള്ളൂ. ഓക്കെ, ലോജിക്കൽ തിങ്കിങ്, അതായത് യുക്തിചിന്ത എമർജ് ചെയ്യുന്നു. Then reasoning, abstract thinking, reasoning, abstract thinking. Next കിടപ്പുള്ളത് attention, reasoning, abstract thinking and attention. എത്ര വയസ്സുള്ള കുട്ടികളുടെ കാര്യമാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത് ഈ സ്റ്റേജില്? 7 to 11. അടുത്തതാണ് പോയിന്റ് ഔട്ട് ചെയ്യാം. അണ്ടർസ്റ്റാൻഡിംഗ് ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ. അണ്ടർസ്റ്റാൻഡിംഗ് ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ. CONSERVATION. കൺസർവേഷൻ. കൺസർവേഷൻ എന്ന് വെച്ചാൽ സ്ഥിരത. മാം ഒന്നുകൂടെ പറയാമോ? Understanding the principles of principle of conservation. 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 എന്തായിരിക്കും അണ്ടർസ്റ്റാൻഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ എന്ന് പറയുന്നത്? എന്തായിരിക്കും? നോട്ട് ചെയ്യാ പറഞ്ഞുതരാം. കൺസർവേഷൻ ഓഫ് നമ്പർ എഴുതാം. കൺസർവേഷൻ ഓഫ് നമ്പർ, അതിന്റെ താഴെ ഓരോന്ന് പോയിന്റ് ആയിട്ട് എഴുതി പോയാൽ മതി കേട്ടോ. കൺസർവേഷൻ ഓഫ് നമ്പർ, കൺസർവേഷൻ ഓഫ് നമ്പർ. കൺസർവേഷൻ ഓഫ് വോളിയം, കൺസർവേഷൻ ഓഫ് വോളിയം. VOLUME, വോളിയം. എന്താണ് വോളിയം? എന്താണ് വോളിയം? സൗണ്ട്. വ്യാപ്തം അല്ലെ? വ്യാപ്തം. Then conservation of mass. Conservation of mass. Conservation of mass. Mass എന്താണ്? പിണ്ഡം അല്ലെ? Weight. എന്താണ്? 3 പ്രിൻസിപ്പിൾസ് കുട്ടികൾ ഈ ഒരു സ്റ്റേജിലാണ് പഠിക്കുന്നത്. നമ്മൾ പറഞ്ഞില്ലേ ഇതിലെ ലോജിക്കൽ തിങ്കിങ് ആൻഡ് അബ്സ്ട്രാക്ട് ടേംസ് ആണ് ഇവിടെ കുട്ടികൾ പഠിക്കുന്നതെന്ന് പറഞ്ഞപ്പോ മാത്തമാറ്റിക്കലി ഇവിടെ നടക്കുന്നത് എന്താണ്?
കൺസർവേഷൻ പല കാര്യങ്ങൾ 3 കാര്യങ്ങൾ കുട്ടികൾക്ക് സ്ഥിരത വരണം. ഒന്ന് കൺസർവേഷൻ ഓഫ് നമ്പേഴ്സ് കൗണ്ട് ചെയ്യാനോ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ അതിന്റെ ലെസ് ഗ്രേറ്റർ താണുള്ള നമ്പേഴ്സുകൾ പഠിക്കുന്നു. അതുപോലെ തന്നെ വോളിയം കാണാനായിട്ട് പഠിക്കുന്നു. ഓക്കെ, വ്യാപ്തം കാണാനായിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു 10 വയസ്സ് 11 വയസ്സ് വരുമ്പോൾ ഏത് ക്ലാസ് ആണ് കുട്ടികൾ വരുന്നത്? ഏത് ക്ലാസ്സിലാണ് വരുന്നത്? Sixth standard. ഫിഫ്ത്ത് അല്ലേ? Sixth standard. ഓക്കെ, ദെൻ കൺസർവേഷൻ ഓഫ് മാസ് അഥവാ വെയിറ്റ് കണ്ടുപിടിക്കാനായിട്ട് അല്ലെ, അല്ലെങ്കിൽ പിണ്ഡത്തിന്റെ അളവ് കണ്ടുപിടിക്കാനായിട്ട് കുട്ടികൾ പഠിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ 3 പ്രിൻസിപ്പിൾസ് കുട്ടികള് ഈ ഒരു സമയത്താണ് അവരെല്ലാം പഠിക്കുന്നത്. ഓക്കെ, ദെൻ അതോടൊപ്പം തന്നെ മാത്തമാറ്റിക്കലി നടക്കുന്ന മറ്റൊരു പ്രോസസ് ആണ് എന്ത്? സീരിയേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ. സീരിയേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ. സീരിയേഷൻ SERIATION. സീരിയേഷൻ SERIATION. സീരിയേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ. അറിയാലോ ക്ലാസിഫിക്കേഷന്റെ സ്പെല്ലിംഗ്? യെസ് മാം. യെസ്, എന്താണ്? ശ്രേണീകരണത്തിനും തരം തിരിക്കാനുമുള്ള കഴിവ്. സീരിയേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? കുട്ടികളെ ഈ ഒരു സമയത്താണ് ക്ലാസിഫൈ ചെയ്യുന്നതും അതിനെ സീരിയേറ്റ് ചെയ്യുന്നതൊക്കെ എന്താണ്? ഈ ഒരു സ്റ്റേജിലാണ്, അല്ലെങ്കിൽ ഈ ഒരു 7 to 11 ഇയേഴ്സ് എന്ന ഒരു സമയത്താണ് കുട്ടികൾ ഇത്തരത്തിലുള്ള മാത്തമാറ്റിക്കലി മാത്തമാറ്റിക്കൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേത് സബ്ജക്ട്സിൽ എന്താണ് ഇത്തരത്തിൽ ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. മാത്സിൽ മാത്രമല്ല വരുന്നത്, എന്താണ് മറ്റ് സബ്ജക്ട്സുകളിലും വരുന്നുണ്ട്. ഓക്കെ, സീരിയേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ശ്രേണീകരണത്തിനും തരംതിരിക്കാനുള്ള വരുന്നത് മാത്സിലാണ്, ക്ലാസിഫിക്കേഷൻ എല്ലാ സബ്ജക്റ്റിലും വരും. എല്ലാ സബ്ജക്ട്സിലും വരും. സീരിയേഷൻ വരുന്നത് മാത്തമാറ്റിക്സിലും മറ്റെല്ലാ സബ്ജക്ട്സിലും അത് ഇൻക്ലൂഡഡ് ആണ് അല്ലെ. ശ്രേണീകരണത്തിനും തരംതിരിക്കാനുള്ള കുട്ടികളുടെ കഴിവ് ഡെവലപ്പ് ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണ്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ്. ഓക്കെ, അടുത്തത് റിവൈസബിലിറ്റി ഓഫ് തോട്ട്. റിവൈസബിലിറ്റി ഓഫ് തോട്ട്. റിവൈസബിലിറ്റി REVESIBLITY. റിവൈസബിലിറ്റി പുറത്തിലോട്ട് റിവൈസ് ചെയ്യാന്ന് പറയില്ല നമ്മള്. റിവൈസബിലിറ്റി ഓഫ് തോട്ട്. തോട്ട് THOUGHT തോട്ട്. പിന്നെ മലയാളത്തിൽ നമ്മൾ പറയും പ്രത്യാവർത്തന ചിന്ത. പ്രത്യാവർത്തന ചിന്ത. റിവൈസബിലിറ്റി ഓഫ് തോട്ട് എന്ന് പറയുന്നത് പ്രത്യാവർത്തന ചിന്ത. എന്താണിത്? എബിലിറ്റി ടു തിങ്ക് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് ഇൻടു പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. കുട്ടികൾക്ക് പുറകിലോട്ട് ചിന്തിക്കാൻ കഴിയുന്നു. അതായത് എന്താണ്? എബിലിറ്റി ടു തിങ്ക്, നോട്ട് ചെയ്യാം. എബിലിറ്റി ടു തിങ്ക് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ്. Backward and forward. Ability to think backward and forward in the time past, present and future. Past, present, present and future. Revisability of thought അഥവാ പ്രത്യാവർത്തന ചിന്ത എന്ന് പറഞ്ഞാൽ എന്താണ്? കാലഘട്ടങ്ങളിൽ കുട്ടികൾക്ക് മുന്നിലോട്ടും പിന്നിലോട്ടും ചിന്തിക്കാൻ കഴിയുന്നത് അല്ലെ. നമ്മള് ഈ ഒരു സ്റ്റേജിലൊക്കെ എത്തുന്ന സമയത്തല്ലേ കഴിഞ്ഞ സമയത്തെ കുറിച്ച് അല്ലെങ്കിൽ വരാനുള്ള സമയത്തെ കുറിച്ചൊക്കെയുള്ള ചിന്തകൾ നമുക്ക് വരുന്നത് എപ്പോഴാണ്? ഈ ഒരു സ്റ്റേജിലാണ്. 5ാം ക്ലാസ് 6ാം ക്ലാസ് അല്ലെങ്കിൽ 4th സ്റ്റാൻഡേർഡ് തുടങ്ങി അതൊന്ന് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. അതെ അതെ, ഈ സമയത്താണ് നമ്മൾ ഇംഗ്ലീഷില് ഗ്രാമർ എല്ലാം പഠിക്കാൻ തുടങ്ങുന്നത്. പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും. യെസ്, അങ്ങനെയാണോ മനസ്സിലാക്കിയത്? അല്ല, ഉദ്ദേശിച്ചെന്ന് ആ ടൈമിലല്ലേ അവർക്ക് ഗ്രാമറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നത്. നോർമലി അവര് ചിന്തിക്കാൻ തുടങ്ങുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ പഠന രീതിയിലാണെങ്കിൽ അവർ ഈ സമയങ്ങളിലാണ് ഗ്രാമറിൽ ഈ പാസ്റ്റും പ്രസന്റും എല്ലാം കൂടുതൽ വ്യക്തമായിട്ട് പഠിക്കുന്നത്. ഡെവലപ്മെന്റിനോടൊപ്പം തന്നെ അത് പഠിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് പുറകിലോട്ടും പിന്നിലോട്ടും ചിന്തിക്കാനായിട്ട് ഇപ്പൊ നമ്മള് കഴിഞ്ഞ ഉടൻ ഞാൻ അങ്ങനെ ചെയ്തിരുന്നില്ല അമ്മേ അങ്ങനെ ചോദിക്കും. അവിടെ എന്താണ് അപ്പൊ കഴിഞ്ഞ കാലത്തെ കുറിച്ച് ശ്രദ്ധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ 2ാം ക്ലാസ്സിൽ അങ്ങനെ ചെയ്തിരുന്നു, 3ാം ക്ലാസ്സിലാണ് ഇങ്ങനെ ചെയ്തിരുന്നു എന്നൊക്കെ ചിന്തിക്കുകയാണ്. അപ്പൊ റിവൈസ് ചെയ്യണം. അതുപോലെ തന്നെ മുന്നിലോട്ടും ഈ 5th സ്റ്റാൻഡേർഡിൽ 7th ഒക്കെ ആകുമ്പോൾ ഞാൻ എന്ത് പഠിക്കണം, ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അല്ലെങ്കിൽ 7ാം ക്ലാസ് ആകുമ്പോഴേക്കായിരിക്കും അതിന് മനസ്സിലാവും. അപ്പൊ ചിന്തിക്കുകയാണ് അല്ലെ. കുട്ടികൾ അങ്ങനെ ചിന്തിക്കാനായിട്ട് ഇന്റലക്ച്വലി ഡെവലപ്ഡ് ആവുകയാണ്.
അതാണ് അവിടെ പറയുന്നത് കേട്ടോ. അതാണ് റിവൈസിബിലിറ്റി ഓഫ് തോട്ട് എന്ന് പറയുന്നത്. പ്രത്യാവർത്തന ചിന്ത ഏത് വയസ്സിലാണ് ഇത് നടക്കുന്നത്? 7 to 11 ഇയേഴ്സിലാണ്. മാത്രമല്ല കുട്ടികളെ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്ത്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. റിവൈസബിലിറ്റി ഓഫ് തോട്ട് വരുമ്പോൾ തന്നെ എന്താണ്? കുട്ടികൾ റിയലിസ്റ്റിക് ആയിട്ട് പല കാര്യങ്ങളും ചിന്തിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞു അല്ലെ. യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുകയാണ്. ആ ഒരു കാലഘട്ടം കൂടി ആണ് എന്ത്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഈ ഏജസ് കുറച്ച് ഇങ്ങോട്ടും അങ്ങോട്ടോ മാറാനും ചാൻസ് ഇല്ലേ മാം? ചിലപ്പോ ഈ 7 ഏജുള്ള കുട്ടികൾ ഇങ്ങനെ ചിന്തിക്കാൻ ചാൻസ് ഇല്ലേ? ഞാനിത് ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ എന്റെ മോനെ ഇങ്ങനെ ബസ് കാത്തിരിക്കുന്ന സമയത്ത് ഒരു കുട്ടി മുന്നിലൂടെ പോകുന്നു. അപ്പൊ ഞാൻ എത്രാം ക്ലാസ്സിലെ മോനെ പഠിക്കുന്നത്? അപ്പൊ 1ാം ക്ലാസ്സിലെ പഠിക്കുന്നത്. റോഡിലൂടെ ഇങ്ങനെ എന്തോ സാധനം വാങ്ങിച്ചിട്ട് പോവാ. അപ്പൊ അവനങ്ങ് പോയി കഴിഞ്ഞാൽ മോൻ എന്നോട് പറയാ, ഞാൻ 1ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ ഉമ്മ എങ്ങനെ അന്നെ ഇങ്ങനെ ഒറ്റക്ക് വിടുവോന്ന്. അപ്പൊ ഫ്യൂച്ചറിനെ കുറിച്ച് തിങ്ക് ചെയ്തതല്ലേ അത്? സ്റ്റേജ് ചിലപ്പോ വേണമെങ്കിൽ ഏജ് അനുസരിച്ച് അത് ഓരോരുത്തരുടെ മെന്റൽ കപ്പാസിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. അതിനനുസരിച്ചായിരിക്കും ചോദിക്കുന്നത് കേട്ടോ. ഇന്റലക്ച്വലി വ്യത്യാസം ഉണ്ടാവും. അവനിപ്പോ 6 വയസ്സാണ്. എങ്കിലും സൈക്കോളജിസ്റ്റുകൾ പറയുന്ന ഏകദേശ പ്രായമാണ് അല്ലെ. നമ്മള് അവരവരുടെ പരീക്ഷണത്തിൽ തെളിയിക്കപ്പെട്ടിരിക്കുന്ന പ്രായമാണ്. അപ്പൊ പല കുട്ടികളിലും പല രീതിയിലായിരിക്കും വരുന്നത്. ഓക്കെ, യെസ്. ഇനി അപ്പൊ 3rd സ്റ്റേജ് നമ്മുടെ കഴിഞ്ഞു. ലാസ്റ്റ് സ്റ്റേജ് എന്താണ്? ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. എഴുതാട്ടോ. ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് എപ്പോ മുതലാണ്? 11 ഇയേഴ്സ് ആൻഡ് എബവ് അല്ലെ. 11 വയസ്സിനകം മുകളിലേക്കാണ്. അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിന്റെ കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള സ്റ്റേജസ് ആണ് അല്ലെ. അപ്പൊ എവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു? അബ്സ്ട്രാക്ട് തിങ്കിങ് അല്ലെ. അബ്സ്ട്രാക്ട് തിങ്കിങ് എഴുതിക്കോളൂ. അബ്സ്ട്രാക്ട് തിങ്കിങ്, സിസ്റ്റമാറ്റിക് തോട്ട്. സിസ്റ്റമാറ്റിക് ആയിട്ട് ചിന്തിക്കാനായിട്ട് കുട്ടികൾ സ്റ്റാർട്ട് ചെയ്യണം അല്ലെ. പല കാര്യങ്ങൾ പല രീതിയിൽ ചിന്തിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. പ്രോബ്ലം സോൾവിങ്, ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് പരിഹരിക്കാനുള്ള ഒരു കപ്പാസിറ്റി അവർ ഡെവലപ്പ് ചെയ്യാണ് അല്ലെ. പ്രോബ്ലം സോൾവിങ് എന്താട്ടോ? പ്രോബ്ലം സോൾവിങ് അതായത് ഒരു പ്രശ്നത്തെ സിസ്റ്റമാറ്റിക് അപ്രോച്ചിലൂടെ എന്താണ് ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണ് കുട്ടികൾ പ്രശ്ന പരിഹാരത്തിനുള്ള കപ്പാസിറ്റികൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, പ്രോബ്ലം സോൾവിങ്. പിന്നെന്താണ്? സെൽഫ് കോൺസെപ്റ്റ്. സെൽഫ് കോൺസെപ്റ്റ് എന്താണ്? സ്വയം ചിന്ത അല്ലെ. സ്വന്തം ഞാൻ എന്നൊരു കോൺസെപ്റ്റ് അല്ലെ ഞാനൊരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആണെന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒക്കെ ഫോർമേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ഈ ഒരു സ്റ്റേജിലാണ്, ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണ്. ദെൻ അതേപോലെ തന്നെ എന്താണ്? കുട്ടികള് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ പ്രോബ്ലം സോൾവിംഗ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു പ്രശ്നത്തെ അവർക്ക് പല ആംഗിളിലൂടെ നോക്കി കാണാനായിട്ട് സാധിക്കും. അതായത് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ അത് അവരുടെ ചിന്തയുടെ വ്യത്യാസമാണ് കേട്ടോ. ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു പ്രശ്നത്തെ അവരെ പല ആംഗിളിലൂടെ നോക്കി കാണാനായിട്ട് കഴിയുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിൽ എന്തൊക്കെ നടക്കുന്നു? അബ്സ്ട്രാക്ട് തിങ്കിങ് ഉണ്ട്, സിസ്റ്റമാറ്റിക് തോട്ട്, പ്രോബ്ലം സോൾവിംഗ്, സെൽഫ് കോൺസെപ്റ്റ് ആൻഡ് പല ആംഗിൾസിലൂടെ എന്താണ് ആംഗിൾസിലൂടെ അവർക്ക് ഒരു പ്രശ്നത്തിനെ സോൾവ് ചെയ്യാൻ അതിനെ നോക്കി കാണാനുള്ള ഒരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. ഓക്കെ, 4th പോയിന്റ് പറയോ? സെൽഫ് കോൺസെപ്റ്റ് കഴിഞ്ഞ് സെൽഫ് കോൺസെപ്റ്റ് മാത്രം മതി, ഇത്രേ ഉള്ളൂ. ഞാൻ അല്ലാതെ എക്സ്ട്രാ പറഞ്ഞതാണ്. പല പ്രശ്നങ്ങൾ അവർ പല ആംഗിളിൽ കൂടി നോക്കി കാണുന്നു എന്ന് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ. പിന്നെ ഈ സമയത്താണ് മോറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആക്ടിവേറ്റഡ് ആവുന്നത്. മൊറാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു സമയത്താണ് അല്ലെ. അതേപോലെ തന്നെ എന്താണ് ഒരു സോഷ്യൽ കൺസേൺസ് അല്ലെങ്കിൽ സൊസൈറ്റിനോടൊക്കെ ഒരു ഡെവലപ്മെന്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു സമയത്താണ് കുട്ടികളെ. അപ്പൊ നമ്മള് ഈ സ്റ്റേജില് പിയാഷെയുടെ മേജർ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ 4 സ്റ്റേജസ് ആണ് പഠിച്ചത്. ഒന്നുകൂടി ഞാൻ ടീച്ചർ പറയാണ്. സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ആൻഡ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. സെൻസറി മോട്ടോർ സ്റ്റേജിലാണ് എന്തൊക്കെ നടക്കുന്നത്? മെന്റൽ ആക്ടിവിറ്റീസും റിഫ്ലെക്സ് പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ എന്താണ് ഓബ്ജക്ട് പെർമനൻസ് എന്ന പ്രോസസ് ആണ് ഫസ്റ്റ് സ്റ്റേജിൽ നടക്കുന്നത്. 0 വയസ്സ് മുതൽ 2 വയസ്സുള്ള കാലഘട്ടം അല്ലെ. ഓക്കെ, സെക്കൻഡ് സ്റ്റേജിൽ എന്തൊക്കെയാണ്? സിംബോളിക് ആക്ടിവിറ്റീസ്, മെന്റൽ ഇമാജസ്, അതേപോലെ തന്നെ എന്താണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്,
ആനിമിസം എന്നൊരു കോൺസെപ്റ്റ് ഫോർമേഷൻ ചെയ്യുന്നത് എപ്പോഴാണ്? സെക്കൻഡ് സ്റ്റേജ് ആയ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ. ദെൻ തേർഡ് സ്റ്റേജ് ആണ് എന്ത്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് 7 to 11 years. 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെ. അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്? ലോജിക്കൽ തിങ്കിങ് ആണ് അവിടെ ഫസ്റ്റ് എമേർജ് ചെയ്യുന്നത് അല്ലെ? ലോജിക്കൽ തിങ്കിങ്, പിന്നെന്താണ്? റീസണിങ്, അറ്റൻഷൻ, ദെൻ അബ്സ്ട്രാക്ട് തിങ്കിങ്. ഓക്കെ, ദെൻ 3 കോൺസെപ്റ്റുകൾ, 3 കൺസർവേഷൻ മെത്തേഡ്സ് കുറിച്ച് പഠിക്കുകയാണ് അല്ലെ? അണ്ടർസ്റ്റാൻഡിംഗ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് കൺസർവേഷൻ, കൺസർവേഷൻ ഓഫ് നമ്പർ, കൺസർവേഷൻ ഓഫ് വോളിയം, കൺസർവേഷൻ ഓഫ് മാസ്. ഓക്കെ, സീരിയേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ, ശ്രേണീകരണത്തിനും തരംതിരിക്കാനുള്ള കഴിവ് ഈ ഒരു സമയത്താണ് ഡെവലപ്പ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു സ്റ്റേജിലാണ് എന്താ? റിവൈസബിലിറ്റി ഓഫ് തോട്ട്, പ്രത്യാവർത്തന ചിന്ത, അതായത് എബിലിറ്റി ടു തിങ്ക് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് ഇൻ ദ ടൈം പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. അതായത് കാലഘട്ടങ്ങളെ മുന്നിലോട്ട് പിന്നിലോട്ട് ചിന്തിക്കാനുള്ള കഴിവിന്റെ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. പിന്നെന്താണ്? കുട്ടി യാഥാർത്ഥ്യത്തിലേക്ക് കിടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്ത്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് സ്റ്റേജ് ആണ് എന്ത്? ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് 11 years and above. ഇവിടേക്കൊക്കെ നടക്കുന്നു അബ്സ്ട്രാക്ട് തിങ്കിങ്, സിസ്റ്റമാറ്റിക് തോട്ട്, പ്രോബ്ലം സോൾവിങ്, സെൽഫ് കോൺസെപ്റ്റ്, മൊറാലിറ്റി അല്ലെങ്കിൽ സോഷ്യൽ കൺസേൺസ്. ഇതൊക്കെയാണ് പ്രശ്നങ്ങളെ പല ആംഗിൾസിലൂടെയൊക്കെ നോക്കി കാണുന്നതൊക്കെ ഏത് സ്റ്റേജസിലാണ്? ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണ്. ഓക്കെ, തിയറി ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ഇപ്പൊ തോന്നുന്നുണ്ടോ ഒരു പോർഷൻസ് മാത്രം പഠിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത്ര അറിയാൻ പറ്റുള്ളായിരുന്നു അല്ലെ? എനിക്ക് തോന്നുന്നു തിയറി മുഴുവൻ പഠിച്ചപ്പോ ഒന്നും കൂടി വ്യക്തമായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിൽ കോൺക്രീറ്റ് ഡെവലപ്മെന്റ് സ്റ്റേജിലുള്ള ബാക്കി പ്രോസസ്സുകളൊക്കെ എന്തൊക്കെയാണെന്നാണ് നമുക്ക് ഈ ഭാഗത്ത് വരുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു. സൈൻ ഔട്ട് ഉണ്ടോ? താങ്ക് യു മാം. ആരാണ് സൈൻ ഔട്ട്? പറഞ്ഞോട്ടെ. പറഞ്ഞു. പറയുന്നത്, ഒരിക്കൽ ഒരു കുറുക്കൻ ഒരു പാത്രത്തിലെ നീല നിറമുള്ള പാത്രത്തിൽ വീണു. അബദ്ധത്തിൽ വീണു. പാത്രത്തിൽ വെളിയിലെത്തിയ തന്റെ പുതിയ നിറം കണ്ട് ആശ്ചര്യപ്പെട്ടു. അവൻ നീല നിറം കിട്ടിയതിൽ സന്തോഷിച്ചു. മറ്റു മൃഗങ്ങളെ ഈ നിറം വെച്ച് പറ്റിക്കാൻ തീരുമാനിച്ചു. മൃഗങ്ങളെ ഭരിക്കാൻ ദൈവം അയച്ച രാജാവാണെന്ന് അവൻ സ്വയം പ്രഖ്യാപിച്ചു. മൃഗങ്ങളെല്ലാം അവൻ പറഞ്ഞത് വിശ്വസിച്ചു. അവരെല്ലാവരും കുറുക്കനെ ബഹുമാനിച്ചു തുടങ്ങി. കുറുക്കൻ സിംഹത്തിനെ പ്രധാനമന്ത്രിയായും കടുവയെ സൈനാധിപനായും നിയമിച്ചു. തന്റെ തന്ത്രം പൊളിയാതിരിക്കാൻ വേണ്ടി എല്ലാ കുറുക്കന്മാരെയും നാട് കടത്തി. കൂട്ടത്തിൽ ഒരു കുറുക്കന് രാജാവിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നി. മറ്റു കുറുക്കന്മാരെല്ലാം കൂട്ടി വന്നു. രാജാവ് സഭ കൂടിയപ്പോൾ അവൻ കൂവാൻ തുടങ്ങി. കൂട്ടമായുള്ള കൂവൽ കേട്ടപ്പോൾ കുറുക്ക രാജാവിന് പിടിച്ചു നിൽക്കാനായില്ല. നീലക്കുറുക്കനും കൂടെ കൂവി. കുറുക്കനാണ് രാജാവായി വന്നതെന്ന് മനസ്സിലാക്കി മറ്റു മൃഗങ്ങൾ കള്ളരാജാവിന്റെ മേൽ ചാടി വീണു. ആക്രമിച്ചു കാട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ നിന്നുള്ളൊരു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. മോക്ക് ടെസ്റ്റ് ഇട്ടേക്കാം കേട്ടോ. ഓക്കെ, യെസ് മാം. താങ്ക് യു മാം. ശരി, തിയറി പഠിക്കണം കേട്ടോ. നിങ്ങൾ എഴുതിയെടുത്തിരിക്കുന്ന തിയറി പഠിച്ചു വെക്കണേ. സ്റ്റേറ്റസ് ഒന്നും മാർക്ക് പോകരുത്.